Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നത് ഡയാലിസിസ് സർവീസസിന്റെ 2 ടൈപ്പ് നമ്മൾ കണ്ടു അല്ലേ. അതായത് ഹീമോ ഡയാലിസിസ് കണ്ടിരുന്നു, പെരിറ്റോണിയൽ ഡയാലിസിസ്. പിന്നെ പെരിറ്റോണിയൽ ഡയാലിസിസിൽ തന്നെ 3 ടൈപ്പുകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. CAPD, CCPD, IPD. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, ഒരു ടൈപ്പ് ഓഫ്, അതായത് CRRT അല്ലെ, അതായത് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അത് വന്നിട്ട് ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അത് എങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ കൊടുക്കുന്നത്? ICU പേഷ്യൻസ് കേട്ടോ. ICUവിലുള്ള പേഷ്യൻസിനായിട്ട്, അതായത് അവർക്കൊരു റെഗുലർ ഹീമോ ഡയാലിസിസ് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഡയാലിസിസ് ആണ് ഇത് CRRT എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതായത് ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഓൺമ്യൂട്ട് ചെയ്യാണേ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ്, അതായത് നമ്മൾ ഈ പറയുന്ന ഡയാലിസിസ് സേവനങ്ങളുടെ ഇഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി, അത് എന്താണ് നിങ്ങൾക്ക് അയക്കുന്നത്? ഒരു മിനിറ്റ്, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. അതായത് നമ്മള് ഈ ഒരു ഡയാലിസിസ് സേവനങ്ങളുടെ ഏറ്റവും, അതായത് നമ്മുടെ ഈ ഡയാലിസിസിന്റെ ബെനിഫിറ്റുകള്, അഡ്വാൻറ്റേജസ് ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതാണ് അവിടെ എഴുതിയിരിക്കുന്ന പോയിന്റുകൾ. ഓക്കെ, അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് കേട്ടോ. ദാറ്റ് മീൻസ് നമ്മൾ ഈ പറയുന്ന ഡയാലിസിസിന്റെ ബെനിഫിറ്റുകൾ, അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി, അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അങ്ങനെയുള്ള പോയിന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കാം. The following steps can help increase the effectiveness of your dialysis treatments. First point ഇതാണ്, complete the treatments as per to the recommended schedule. എന്താണ് പറയുന്നത്? complete the treatments as per to the recommended schedule. അതായത് ഈ ഒരു ഡോക്ടർ ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ്സുകൾ എന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. അതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഒരു ഡയാലിസിസ് എന്ന് പറയുന്നത് അത് ഓരോ പേഷ്യന്റിന്റെയും ഹെൽത്ത് സ്റ്റാറ്റസിനനുസരിച്ചിട്ടാണ് അല്ലെ. അപ്പൊ വളരെ സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഡോക്ടേഴ്സ് അത് പറയും, ഏത് ടൈപ്പ് ഡയാലിസിസ് ചെയ്യണം, ഇപ്പൊ എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളത് ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു 2 or 3 തവണ ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും.
മറ്റു ചിലർക്ക് അത്രയും വേണ്ടി വരില്ല. അപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു ഡോക്ടർ എന്താ പറയാ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റുകൾ പൂർത്തിയാക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാല് അവയുടെ കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ അവിടെ പാലിക്കുക. ഇപ്പൊ നിങ്ങൾ ഡയറ്ററി സർവീസസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് പല ടൈപ്പ് ഓഫ് ഡയറ്റുകൾ പറയുന്നുണ്ട് അല്ലെ. കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ് അല്ലെ, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെയാണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കിഡ്നി ഫെയിലിയർ ആയിട്ട് വരുന്ന പേഷ്യൻസിന് പ്രത്യേകം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ്. അതിന് നമ്മൾ റീനൽ ഡയറ്റ് എന്നാണ് പറയുക. അപ്പൊ അത്തരത്തില് നമ്മളെ ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ഡയറ്റ് പ്ലാൻ എന്ത് ചെയ്യുക, പാലിക്കുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് പറയുന്നത് ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആസ് പോസിബിൾ ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഹാർട്ട് ഹെൽത്ത് അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത് അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ അവര് ഏർപ്പെടുക. അതും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് കേട്ടോ. അപ്പൊ അവരുടെ എന്താ പറയാ ഹാർട്ടിന്റെ ഹെൽത്ത് അതുപോലെ അവരുടെ സ്ട്രെങ്ത് ഓക്കെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടേഴ്സ് അവരോട് പറയും അല്ലെ. റെക്കമെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസുകളിൽ അവരെന്ത് ചെയ്യണം, ഏർപ്പെടണം. അത് കൃത്യമായിട്ട് ഡോക്ടറുടെ ഗൈഡൻസ് അനുസരിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ. അടുത്ത പോയിന്റ് ഇതാണ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ് അബൌട്ട് എനി മെഡിക്കേഷൻസ്, സപ്ലിമെന്റ്സ് ഓഫ് ഹെർബൽ പ്രോഡക്ട്സ് യു ആർ ടേക്കിംഗ് ഓർ ആർ കൺസിഡറിംഗ് സ്റ്റാർട്ടിംഗ്. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മള് ഇവർ ഡയാലിസിസ് പേഷ്യൻസ് ആണെങ്കിൽ അവര് എടുക്കുന്നതോ അല്ലെങ്കിൽ നിലവിലെ അതിനി എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള മരുന്നുകളായിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഹെൽത്ത് സപ്ലിമെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില ഹെർബൽ പ്രോഡക്റ്റുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലെ. മറ്റെന്തെങ്കിലും ആയുർവേദ സംബന്ധമായിട്ടുള്ള ഔഷധ മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിക്കോട്ടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിക്കൊള്ളട്ടെ, അത് കൃത്യമായിട്ട് ഡയാലിസിസ് പ്രൊവൈഡറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോടോ എന്ത് ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. അല്ലാതെ ഒരിക്കലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അത് എടുക്കുന്നത് കേട്ടോ. അവരെടുക്കുന്നതോ അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള മരുന്നുകൾ ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഹെർബൽ പ്രോഡക്റ്റുകൾ ആയിക്കോട്ടെ, ഹെൽത്ത് സപ്ലിമെന്റ്സുകൾ ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് ഡയാലിസിസ് പ്രൊവൈഡറിനോടും ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെന്താണ് പറയുന്നത്, ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം അബൌട്ട് എനി ആൻസൈറ്റി ഓർ സൈഡ് ഇഫക്ട്സ് ദാറ്റ് യു മേ ഹാവ്. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും ആൻസൈറ്റി അല്ലെ, നിങ്ങൾക്ക് ഒരു രോഗത്തെ സംബന്ധിച്ചുണ്ടാകുന്ന എന്തെങ്കിലും ആശങ്കകളോ മറ്റെന്തെങ്കിലും ആൻസൈറ്റിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡയാലിസിസ് കൊണ്ട് മറ്റെന്തെങ്കിലും സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നതിലൂടെ അവർക്ക് പല അതിനനുസരിച്ചുള്ള ഡയറക്ഷൻസ് തരും. അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതിലൂടെ നമുക്ക് കുറെ ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഒരു ഡയാലിസിസിന്റെ ആ ഒരു ബെനിഫിറ്റ് അഡ്വാൻറ്റേജസ് ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഡോക്ടർ ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രകാരമുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ സ്ട്രെങ്ത്, ഹാർട്ടിന്റെ ഹെൽത്ത് അതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിയാവുന്ന ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുക. ഓക്കെ. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ എടുക്കുന്നതോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള മെഡിക്കേഷൻസ് ആയിക്കോട്ടെ, മറ്റ് ഹെൽത്ത് സപ്ലിമെന്റ്സ് ആയിക്കോട്ടെ, ഹെർബൽ പ്രോഡക്റ്റുകളെ പറ്റിയിട്ട് നമ്മൾ ഡയാലിസിസ് ടീമുമായിട്ട് അല്ലെങ്കിൽ ഡയാലിസിസ് പ്രൊവൈഡറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ചികിത്സയോടനുബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ആൻസൈറ്റിയോ കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡയാലിസിസ് ടീമുമായിട്ട് തുറന്നു തന്നെ അവരുമായിട്ട് സംസാരിക്കും. ഓക്കെ. ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റുകൾ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ആഫ്റ്റർ ഇഫക്ട്സുകളാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹീമോഡയാലിസിന്റെയും പെരിറ്റോണിയൽ ഡയാലിസിന്റെയും സൈഡ് ഇഫക്റ്റുകൾ അല്ലെങ്കിൽ അതിന്റെ പാർശ്വഫലങ്ങൾ കൃത്യമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കുക,
after effects. Both kinds of dialysis come with side effects. രണ്ട് dialysis എടുക്കുകയാണെങ്കിലും അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട് അല്ലെ. It can also be difficult to tell surely whether its symptom is because of dialysis or the kidney failure that is also affecting the body. Some of the most common after effects that people tell of include. Okay, എന്തൊക്കെ സൈഡ് ഇഫക്റ്റുകളാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഹീമോഡയാലിസിന്റെ സൈഡ് ഇഫക്റ്റുകളാണ് കേട്ടോ. എന്തൊക്കെയാണ് ഹീമോഡയാലിസിന് പൊതുവെ കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റിലാണ് സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്. ദാറ്റ് മീൻസ് എൻട്രൻസ് പോയിന്റ്. നമുക്കറിയാലോ, നമ്മൾ പഠിച്ചതാണ് അല്ലെ. വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ ഓപ്പണിംഗ് അല്ലെ, ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ബ്ലഡ് വെസൽസ് അല്ലെ. നമ്മൾ ബ്ലഡ് വെസലിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ് അല്ലെ. അതിലൂടെയാണ് നമ്മൾ ബ്ലഡിന് എന്ത് ചെയ്യുന്നത്? ഹീമോഡയാലിസിസിലൂടെ ഹീമോഡയാലിസിസിൽ പുറത്തോട്ട് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അത്തരം വാസ്കുലർ ആക്സസ് സൈറ്റിൽ ഉണ്ടാകുന്ന ബ്ലഡിന്റെ ബ്ലോക്കേജ് അല്ലെങ്കിൽ സ്റ്റോപ്പേജ് അത് പൊതുവെ കണ്ടുവരുന്നത്, എല്ലാത്തിലും ഉണ്ടെന്നല്ല പറയുന്നത്, അത് കാണുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ചില ഒരു സൈഡ് ഇഫക്റ്റിൽ ഒന്നാണ് കേട്ടോ. എന്താണ്? വാസ്കുലർ ആക്സസ് സൈറ്റിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജ്. ചിലപ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്ലഡിനെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ട് വരും അല്ലെ. അപ്പൊ അത്തരം വാസ്കുലർ ആക്സസ് സൈറ്റുകൾ ഉണ്ടാകുന്ന സ്റ്റോപ്പേജ് അഥവാ ബ്ലോക്കേജ് ഓഫ് ബ്ലഡ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? മസ്കുലാർ സ്പാസമാണ്, അതായത് പേശി വലിവ് എന്നൊക്കെ പറയും കേട്ടോ. മസിൽ ക്രാംസ് എന്നൊക്കെ നമ്മൾ പറയും, മസിൽ ക്രാംസ് ഒക്കെ അതുപോലെ ഒരു സംഭവമാണ് മസ്കുലാർ സ്പാസം, പേശി വലിവാണ് കേട്ടോ. അതായത് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിന് ഇത്തരത്തിലുള്ള മസ്കുലാർ സ്പാസം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പേശി വലിവാണ്, എഴുതി വെച്ചേക്കണേ കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? ഹൈപ്പോ ടെൻഷൻ ആണ്. ഹൈപ്പോ ടെൻഷൻ ബ്രാക്കറ്റിൽ എന്ത് എഴുതാം? ലോ ബ്ലഡ് പ്രഷർ ആണ് ഹൈപ്പോ. ഓക്കെ, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കറക്റ്റ് അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഹൈപ്പോ ടെൻഷൻ ബ്രാക്കറ്റില് ലോ ബ്ലഡ് പ്രഷർ എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? ആണോ? ഹൈപ്പോ. ഓക്കെ, ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റിലെ ലോ ബ്ലഡ് പ്രഷർ എന്നാണ് കേട്ടോ. ലോ ബ്ലഡ് പ്രഷർ, LOW, ലോ ബ്ലഡ് പ്രഷർ. ഓക്കെ, അപ്പൊ ഏതൊരു വാക്കിന്റെ കൂടെ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ലോ എന്ന് കൊടുത്തിട്ടില്ല അല്ലെ. ഓക്കെ, ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ലോ ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. ബ്ലഡ് പ്രഷർ താഴ്ന്നു പോകുന്നത്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ പറയാം ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ എപ്പോഴും ഹൈ ലെവലാണ്, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ലോ ലെവലാണ് കേട്ടോ. ഓക്കെ, ഹൈപ്പോ ടെൻഷൻ ആണ്, ദാറ്റ് മീൻസ് ലോ ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന എന്താണ്? വീക്ക്നെസ്, ഡിസ്നെസ് ഓർ നോസിയ. വീക്ക്നെസ് അറിയാലോ, ക്ഷീണം അനുഭവപ്പെടുക. ഡിസ്നെസ് എന്ന് പറയുമ്പോൾ ഒരു തരം തലകറക്കമാണ് കേട്ടോ, തലകറക്കം. അതുപോലെ തന്നെ നോസിയ, ഓക്കാനം വരിക, വോമിറ്റിംഗ് ടെൻഡൻസി ആണ് കേട്ടോ. വീക്ക്നെസ്, ഡിസ്നെസ് ഓർ നോസിയ. ദെൻ വരുന്നത് എന്താണ്? ബ്ലഡ് ലോസ് ആണ് കേട്ടോ. ബ്ലഡ് നഷ്ടപ്പെടാനുള്ള ചാൻസും അവിടെ കൂടുതലാണ്. കാരണം നമ്മൾ പുറത്തോട്ട് എന്തെടുക്കുന്നുണ്ട്? ബ്ലഡിനെ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട് ഹീമോഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ ബ്ലഡ് ലോസ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഹീമോഡയാലിസിസിൽ കണ്ടുവരുന്ന പാർശ്വഫലങ്ങള്. ഇതൊക്കെയാണ് ഒന്ന് സ്റ്റോപ്പേജ് ഓർ ബ്ലോക്കേജ് ഇൻ ദ വാസ്കുലർ ആക്സസ് സൈറ്റ്. വാസ്കുലർ ആക്സസ് സൈറ്റുകളിൽ ആ ഒരു എൻട്രൻസ് പോയിന്റ് ഓപ്പണിംഗിൽ ഉണ്ടാവുന്ന ബ്ലഡ് ക്ലോട്ടിങ് അല്ലെ. ആ ഒരു ബ്ലഡ് ക്ലോട്ടിങ് മൂലമാണ് അവിടെ എന്ത് വരുന്നത്? ബ്ലോക്കേജ് വരുന്നത് കേട്ടോ. HB എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹീമോഡയാലിസിസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറയുന്നതാണ്. HB എന്താണ്? ഹീമോഡയാലിസിസ്. അതിനെ ഷോർട്ട് ആക്കിയിട്ടാണ് HB എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ മസ്കുലാർ സ്പാസം എന്താണ്? പേശി വലിവ്. ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ബ്ലഡ് പ്രഷർ ആണ്. വീക്ക്നെസ് അറിയാലോ, ക്ഷീണമാണ്. ഡിസ്നെസ് എന്ന് വെച്ചാൽ തലകറക്കം. നോസിയ മീൻസ് ഓക്കാനം, വോമിറ്റിംഗ് ടെൻഡൻസി. ഓക്കെ, പിന്നെ വരുന്നത് ബ്ലഡ് ലോസ് ആണ്. ഇത്രയുമാണ് HBയുടെ സൈഡ് ഇഫക്റ്റുകളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് PD. PD എന്താണ്? പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇതിൽ ഒരുപാട് ഷോർട്ട് ഫോംസ് വരുന്നുണ്ട് അല്ലെ. പെരിറ്റോണിയൽ ഡയാലിസിസിനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ PD എന്നാണ് നോട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് വന്നിട്ട് ഹെർണിയാണ് കേട്ടോ.
ഹെർണിയ നമ്മൾ ശരിക്കും മലയാളത്തില് കുടലിറക്കം എന്നാണ് പറയുക, കുടലിറക്കം എന്നാണ് പറയുക കേട്ടോ. ഹെർണിയ എന്താണ് ഹെർണിയ എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റില്. നോക്കുക, വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൻ പ്രസന്റിങ് ആസ് എ ലംബ് ഓർ സ്വാളൻ ആണ് കേട്ടോ. അതായത് നമുക്കറിയാം പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വയറിനകത്ത് പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്താണ് നമ്മൾ ഈ പറയുന്ന ഫ്ലൂയിഡ് നിറയ്ക്കുന്നത് അല്ലെ. അപ്പോ ഇങ്ങനെ നമ്മൾ പല തവണ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന അബ്ഡോമൻ മസിലുകള് അവിടുത്തെ മസിലുകള് ഭയങ്കരമായിട്ട് വീക്ക് ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ വീക്ക് ആവുമ്പോൾ ആ ഒരു ഭാഗം വീക്ക് ആവാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു ലംബ് എന്ന് വെച്ചാൽ എന്താ, ഒരു മുഴ ഒരു മുഴ പോലെ സ്വാലൻ അല്ലെ, ഒരു മുഴ പോലെ തൂങ്ങാനായിട്ട് തുടങ്ങും. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്, കുടലിറക്കം എന്നൊക്കെയാണ് പറയുന്നത്. അബ്ഡോമിന്റെ മസില് വളരെയധികം വീക്ക് ആവുന്നതോടുകൂടി അതിങ്ങനെ തൂങ്ങാൻ തുടങ്ങുന്നതാണ്. അതുപോലെ ഒരു ലംബ് പോലെ, ഒരു മുഴ പോലെ താഴോട്ടേക്ക് സ്വാളൻ വീർത്ത് ഒരു മുഴ പോലെ വരാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നതാണ് വെയിറ്റ് ഗെയിൻ ആണ്. ശരീരഭാരം കൂടാനായിട്ട് തുടങ്ങും. കാര്യം അറിയാലോ, പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്കാണ് ഈ ഫ്ലൂയിഡ് നമ്മൾ നിറയ്ക്കുന്നത്. ഈ ഫ്ലൂയിഡ് കുറച്ചു നേരം നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ അത് ഡ്രെയിൻ ചെയ്ത് കളയുന്നു, വീണ്ടും വൈകിയും നമ്മൾ ആ ഫ്ലൂയിഡ് കഴിക്കുന്നു. ഇങ്ങനെ പലതവണ നമ്മൾ എക്സ്ചേഞ്ചസ് നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ശരീരത്തില് ഭാരം കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പലതവണയായിട്ട് ഈ ഫ്ലൂയിഡിന്റെ അംശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ബോഡി വെയിറ്റ് കൂടാനായിട്ട് തുടങ്ങും. അപ്പൊ അത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും. നിങ്ങളോട് ചോദിക്കും താഴെ തന്നിരിക്കുന്നതില് ഹീമോഡയാലിസിന്റെ എന്താ പറയുക സൈഡ് ഇഫക്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? സൈഡ് ഇഫക്റ്റുകൾ ഓക്കെ അല്ലേ? ഇനി നോക്കുക, even though these after effects may sound terrifying, they should be compared to the risk that arise from continuing to live with an untreated kidney failure. കാര്യം നമുക്ക് സൈഡ് ഇഫക്റ്റുകൾ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുമല്ലേ, എത്രയൊക്കെ പാർശ്വഫലങ്ങളൊക്കെ ഉള്ളതാണ് അല്ലെ. പക്ഷെ എങ്കിലും നമ്മൾ എന്താണ്, കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാല് നമ്മൾ ഡയാലിസിസ് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ലൈഫ് ജീവൻ തന്നെ നഷ്ടമാകും അല്ലെ. അപ്പൊ അതിലും വേണം എന്താണ്, ഡയാലിസിസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകളുണ്ട്, പക്ഷെ അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ കിഡ്നി ഫെയിലിയർ മൂലം നമ്മൾ ഡയാലിസിസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവനെ തന്നെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക പാർശ്വഫലങ്ങൾ കേട്ടോ, സൈഡ് ഇഫക്റ്റുകൾ. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഡയാലിസിസ് സെന്റർ ആണ് കേട്ടോ. ഡയാലിസിസ് സെന്റർ എന്താണ്? ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് that treats the patients with the renal failure. It is a clinical establishment that treats the patients with the renal failure. അതായത് തകരാറ് വന്നിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. Sometimes patients with the normal renal functions also need hemodialysis, like patients with some poisoning. അതായത് ഇപ്പൊ നമ്മൾ പറയുന്നു കിഡ്നി ഫെയിലിയർ വരുമ്പോഴാണ് ഡയാലിസിസിന്റെ ആവശ്യം വരിക, അല്ലെങ്കിൽ ഒരു ബ്ലഡിന്റെ ഒരു ഫിൽട്രേഷൻ ആവശ്യമായിട്ട് വരുന്നത് എന്നതുപോലെ തന്നെ ഇപ്പൊ നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള ആളുകൾ, അതായത് വേറെ കിഡ്നി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളിലും ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ഡയാലിസിസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ലൈക്ക് പേഷ്യൻസ് വിത്ത് സം പോയിസണിങ്, എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോ പോയിസൺ അടിക്കോ, വിഷാംശം എന്തെങ്കിലും ശരീരത്തിൽ ചെല്ലുകയോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മരുന്നുകളുടെ വല്ല ഓവർഡോസ് ആയിട്ട് അത് ഭയങ്കര ടോക്സിക് ആവോ, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ബ്ലഡ് പ്യൂരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ അത് കിഡ്നിയുടെ പ്രശ്നം കൊണ്ടല്ല, പക്ഷെ അല്ലാത്ത വല്ല പോയിസണിങ് എഫക്ട്, എന്തെങ്കിലും ടോക്സിക് എഫക്ട് ഒക്കെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് അവരുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. പിന്നെന്താണ്, the dialysis center may act either or both inpatients and outpatients. അതായത് ഒരു ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും എന്ത് കൊടുക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഡയാലിസിസ് സെന്ററിൽ ഇപ്പോ വളരെ അഡ്മിറ്റ് ആയിട്ട് ഡയാലിസിസ് ചെയ്യേണ്ട കേസുകളാണെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല ഇപ്പൊ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും ഇത് കൊടുക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. രാവിലെ പോയി രാവിലെ വരുന്നു, ഡയാലിസിസ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ രീതിയിൽ ഒരു ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എന്താണ്, അഡ്മിറ്റ് ആയിട്ട് കിടത്തിക്കൊണ്ട് അങ്ങനെയും ഡയാലിസിസ് ഉണ്ട്, അത്തരം സേവനങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ്, ഡയാലിസിസ് സെന്റർ may act either or both the inpatient and outpatient that relying on the medical facility type and may provide self-dialysis training and for the peritoneal dialysis besides to hemodialysis. അത് മാത്രമല്ല, ഇത്തരം ഡയാലിസിസ് സെന്ററുകളിൽ നിന്ന് സെൽഫ് ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങള് അല്ലെങ്കിൽ അതിന് വേണ്ട ഗൈഡ് ലൈൻസും മറ്റുമൊക്കെ ഡയാലിസിസ് സെന്ററിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഹീമോ ഡയാലിസിസിനേക്കാളും കൂടുതൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് കൂടുതൽ എന്ത് കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന പരിശീലനങ്ങളും മറ്റും കൊടുക്കുന്നുണ്ട്. അതാണ് കുറേ കൂടെ സൗകര്യം അല്ലെ. പെരിറ്റോണിയൽ ഡയാലിസിസ് ആവുമ്പോൾ എക്യുപ്മെന്റ്സുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡയാലിസിസ് ആണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാം, ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്. അവിടെ ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സെൽഫ് ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഇത്തരം ഡയാലിസിസ് സെന്ററുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും അതിനകത്ത് മനസ്സിലാക്കാൻ മതി കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് കേട്ടോ, ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് ആണ്. അതായത് ഒരു ഡയാലിസിസ് ഏരിയയിൽ ഉണ്ടായിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അടിസ്ഥാന സൗകര്യങ്ങളാണ് അല്ലെ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റികൾ എന്തൊക്കെയാണ് ഒരു ഡയാലിസിസ് സെന്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഡയാലിസിസ് ഏരിയ ആയിക്കോട്ടെ, അവിടെ എന്തൊക്കെ ഫെസിലിറ്റികളാണ്, എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നോക്കുക. The dialysis area should be provided with air conditioning. Then the dialysis area should be provided with air conditioning. ഡയാലിസിസ് ഏരിയയിൽ എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം, AC പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്തിനാ AC പ്രൊവൈഡ് ചെയ്യുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഒന്ന് പേഷ്യന്റിന്റെ സേഫ്റ്റി അല്ലെ, അവരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ AC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് എന്താണ്, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ AC പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം AC എയർ കണ്ടീഷൻ, AC എന്ന് പറയുമ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് എയർ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് അല്ലെ. ആ ഒരു ഏരിയയിൽ എയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് രോഗാണുക്കളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫെക്ഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും. ഇങ്ങനെ ഫിൽട്ടർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന പാത്തോജൻസുകളൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഒരു എയറിനെ കുറെ കൂടി പ്യൂരിഫൈ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡയാലിസിസ് ഏരിയയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകളുടെ ആ ഒരു സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, AC നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അത്രയും അങ്ങനെയുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകൾ എന്ന് പറയുമ്പോൾ അത് AC-യിൽ വേണം പ്രവർത്തിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു AC എയർ കണ്ടീഷനിങ് ഉണ്ടെങ്കിൽ അത്തരം എക്യുപ്മെന്റ്സിന്റെ സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് കേടാവാതിരിക്കാനും മറ്റൊക്കെ ആയിട്ട് നമ്മളവിടെ ഒരു AC പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ എന്താന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിലെ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൂടെ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു ഏരിയയിൽ AC പ്രൊവൈഡ് ചെയ്യുന്നത് പറയുന്നത്. പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും, ഫ്ലൂയിഡ് ഇംബാലൻസസ് ആയിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് ടെമ്പറേച്ചറിന്റെ പ്രശ്നം, ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ അവരെ എഫക്ട് ചെയ്യും. അപ്പൊ ആ ഒരു ഏരിയയിൽ എപ്പോഴും ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയെ കുറിച്ച് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ റെഗുലേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് AC അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് നമ്മളുടെ പേഷ്യൻസിന്റെ കംഫർട്ടിന് സേഫ്റ്റിക്ക് വേണ്ടി മാത്രമല്ല, അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകളുടെ ആ ഒരു ലോങ് ലാസ്റ്റിംഗ് അതിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ആ ഒരു ഏരിയയിലെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡയാലിസിസ് ഏരിയയിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് പറയുന്നത്, AC പ്രൊവൈഡ് ചെയ്യാനെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കേട്ടോ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആൻ ആഡിക്വേറ്റ് ഏരിയ
to permit easy movement of personnel and resuscitation equipment whenever needed. പിന്നെ എന്താന്ന് വെച്ചാല് നമ്മളൊരു ഡയാലിസിസ് ഏരിയയില് ഓരോ മെഷീനുകളും നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു ആഡിക്വേറ്റ് ഏരിയയിൽ, അതായത് ഓരോ മെഷീനുകളും അവരെ ഒരു പര്യാപ്തമായിട്ടുള്ള സ്ഥലത്ത് ഒരു സെൻട്രൽ ആയിട്ട് വേണം നമ്മൾ ഓരോ മെഷീനുകളും അവിടെ പ്ലേസ് ചെയ്യേണ്ടത്. സെൻട്രൽ ആയിട്ട് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ വേണം അവിടെ പ്ലേസ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ മറ്റുള്ള സ്റ്റാഫുകൾക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ടും, അതുപോലെ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊക്കെ നമുക്ക് മെഷീനുകളെ ആക്സസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം സ്റ്റാഫുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി മൂവ് ചെയ്യാനും ആക്സസിബിൾ ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ മെഷീനുകളും അവിടെ പ്ലേസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് റീസസിറ്റേഷൻ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആവശ്യമുള്ള സമയത്ത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നോ അല്ലെങ്കിൽ അവർക്ക് ഒരു റീസസിറ്റേഷൻ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിൽ വേണം ഓരോ എക്യുപ്മെന്റ് പ്ലേസ് ചെയ്യാനായിട്ട്. നമുക്ക് പെട്ടെന്ന് ഒരു അർജൻസി വരുമ്പോൾ എക്യുപ്മെന്റ് ദൂരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എടുത്തോണ്ട് വരാനാക്കി പെട്ടെന്ന് അത് പേഷ്യന്റിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും. അങ്ങനെ വരരുത്. എല്ലാ മെഷീനുകളും ഏറ്റവും എല്ലാവർക്കും, അതായത് സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനും സാധിക്കണം, അവർക്ക് ഈസി ആയിട്ട് ആക്സസിബിൾ ആവുന്ന രീതിയിൽ വേണം ഓരോ മെഷീനുകളും നമ്മൾ അവിടെ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആൻ ആഡിക്വേറ്റ് ഏരിയ ടു പെർമിറ്റ് ദ ഈസി മൂവ്മെന്റ് ഓഫ് ദ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാഫുകളാണ് കേട്ടോ. ആൻഡ് റീസസിറ്റേഷൻ എക്യുപ്മെന്റ് നീഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. തേർഡ് പോയിന്റ് ഇതാണ്, the layout must have the facilities for safeguarding a patient's privacy. അതുപോലെ തന്നെ ഒരു പേഷ്യന്റിന്റെ പ്രൈവസി, അവരുടെ സ്വകാര്യത സേഫ് ആവുന്ന രീതിയിൽ, പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഒരു ഡയാലിസിസ് ഏരിയകളിലെ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സിനകത്ത് വരുന്ന ഒരു കാര്യമാണ് അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ അവരുടെ പ്രൈവസി എപ്പോഴും സേഫ് ആക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു ഡയാലിസിസ് ഏരിയയിലെ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഐസൊലേഷൻ റൂം. എന്താണ് ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, there should be distinct areas for dialyzing patients with the conditions that need isolation. Practically കൊടുത്തിട്ടുണ്ട് disabled to guarantee the safety to patients and the staff in the dialysis room. അതുപോലെ തന്നെ ഇപ്പോ ചില ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള, അതായത് എല്ലാവർക്കും അല്ല, ഡിസൈറബിൾ പേഷ്യൻസ് എന്ന് മാത്രം അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചില പേഷ്യൻസിന് വളരെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ അത്തരം രോഗികളെ നമ്മൾ അവരെ ഐസൊലേറ്റ് ചെയ്ത് വേണം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. കാര്യം വേറെ ഒന്നുകൊണ്ടല്ല, വളരെ അവരുടെ ഇമ്മ്യൂണിറ്റി വളരെ വീക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് മറ്റുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ മറ്റുള്ള അന്തരീക്ഷമായിട്ട് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഏരിയ ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഐസൊലേഷൻ റൂം എന്നാണ് പറയുന്നത്. ഒരു ഐസൊലേഷൻ റൂം സംവിധാനങ്ങള് എവിടെ ഉണ്ടായിരിക്കണം? ഡയാലിസിസ് ഏരിയയിൽ ഉണ്ടായിരിക്കണം. ഡയാലിസിസ് തന്നെ കൊണ്ടുവരുന്ന പേഷ്യൻസിൽ തന്നെ വളരെ സിവിയർ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, അല്ലാത്തവരുണ്ടായിരിക്കാം. ചില സിവിയർ ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് വേണം അവർക്ക് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ അതിനായിട്ട് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഏരിയ അവിടെ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗ്യാരണ്ടി ദ സേഫ്റ്റി ടു പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. ഡയാലിസിസ് റൂം, ആ ഡയാലിസിസ് റൂമിനകത്ത് പേഷ്യൻസിന്റെ മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഐസൊലേഷൻ റൂം സംവിധാനം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള ഏരിയയുടെ പ്രത്യേകത എന്താണ്? ദിസ് ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ്. അതുപോലെ അത്തരം ഏരിയകളിൽ ഐസൊലേഷൻ റൂം ആണെങ്കിലും അവിടെ എന്തുണ്ടായിരിക്കണം? ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം കേട്ടോ. ഫ്രീ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. പിന്നെ അത്യാവശ്യം ഡ്രെയിനേജ് ഫെസിലിറ്റീസ്, മറ്റുള്ള എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഡ്രെയിൻ ചെയ്ത് കളയുന്നതിനുള്ള സൗകര്യങ്ങളും ആ ഒരു റൂമിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? The dialysis center shall exhibit apt signage which shall be in at least 2 languages. അതായത് നമ്മൾ ഈ പറയുന്ന ഡയാലിസിസ് സെന്ററിൽ കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ള സൈനേജ് ബോർഡുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കണം.
നമ്മൾ ഹോസ്പിറ്റലിലും ഒക്കെ പോകുന്ന സമയത്ത് ലാബുകൾക്കൊക്കെ മുന്നിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റേഡിയോളജി ലാബുകളുടെ മുമ്പിൽ, ഡയാലിസിസ് ഏരിയയുടെ ഒക്കെ മുമ്പിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബോർഡിൽ കുറെ നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ പേഷ്യൻസും അതുപോലെ അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില എന്താ പറയാ കാര്യങ്ങൾ അല്ലെ, മാർഗനിർദ്ദേശങ്ങളൊക്കെ ബോർഡുകളിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അല്ലെ, ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അവര് പറയുന്നത് കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ള സൈനേജ് ബോർഡുകള് ഇവിടെ സ്ഥാപിച്ചിരിക്കണം, ഡയാലിസിസ് സെന്ററിൽ സ്ഥാപിച്ചിരിക്കണം. അതെന്ന് പറഞ്ഞാൽ അതിന്റെ പേഷ്യൻസിന്റെ കൂടെ വരുന്ന ആളുകൾക്കും മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ പാലിക്കേണ്ടതായിട്ടുള്ള ചില എന്താണ് നിർദ്ദേശങ്ങളാണ്. അത്തരം നിർദ്ദേശങ്ങളാണ് നമ്മൾ ഇങ്ങനെ സൈനേജ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലെ. അത് എത്ര ഭാഷയിലാണ്? കുറഞ്ഞത് 2 ഭാഷ, അതൊന്ന് നോട്ട് ചെയ്തിരിക്കുന്ന 2 ഭാഷകളിലെങ്കിലും അങ്ങനെ സൈനേജില് എക്സിബിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഒരു ഡയാലിസിസ് ഏരിയക്ക് ഉണ്ടായിരിക്കേണ്ട എന്താ പറയുക ഫെസിലിറ്റികൾ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഡയാലിസിസ് ഏരിയയിൽ AC പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ അവിടെ ഓരോ എക്യുപ്മെന്റ്സുകളും അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനും അവർക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിൽ വേണം ഓരോ മെഷീനുകൾ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. എപ്പോഴും ഒരു ഡയാലിസിസ് ഏരിയ എന്ന് പറയുന്നത് അത് രോഗിയുടെ പ്രൈവസി അല്ലെ, അവരുടെ ആ ഒരു സ്വകാര്യത എന്താ പറയുക സുരക്ഷിതമാക്കുന്ന രീതിയിലായിരിക്കണം ഒരു ഡയാലിസിസ് ഏരിയയുടെ സംവിധാനം അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഐസൊലേഷൻ റൂം സംവിധാനങ്ങൾ ഉണ്ടാവണം. അവിടെ ഫ്രീ വാട്ടർ സപ്ലൈയും ഡ്രെയിനേജ് ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ ഒരു ഡയാലിസിസ് സെന്ററിൽ കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ള സൈനേജ് ബോർഡുകൾ എക്സിബിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ കാര്യങ്ങള്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഡയാലിസിസ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് ഏരിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. A patient and his or her representative or relative has the following rights with regard to the dialysis center. Dialysis center. അതായത് ഒരു ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ അവരുടെ മറ്റ് റെപ്രസെന്റേറ്റീവ്സ് ആവാൻ അവരുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അവരുടെ കൂടെ വരുന്ന ആളുകൾക്ക് ചില റൈറ്റ്സ് ഉണ്ട്, അവർക്ക് ചില അവകാശങ്ങളുണ്ട് അല്ലെ, റൈറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെ റൈറ്റ്സുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്? ഈ റൈറ്റ്സുകള് അവർക്ക് ഉറപ്പാക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. അതായത് അവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ രോഗിയുടെയും അവകാശങ്ങളാണ്. ഓക്കെ, ആ രോഗിയുടെ അവകാശങ്ങള് അത് അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. ഓരോന്നെന്താ നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: provide ample information about the nature, cause of illness, proposed investigations and care, expected results of treatment, likely complications. എന്താണ് പറയുന്നത്? പ്രൊവൈഡ് ആംപിൾ ഇൻഫർമേഷൻ. ആംപിൾ എന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വിവരങ്ങൾ കേട്ടോ, മതിയായ ഇൻഫർമേഷൻസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന പേഷ്യൻസ് അവരുടെ എന്താ പറയാ അവരുടെ രോഗാവസ്ഥ അല്ലെ, അബൌട്ട് ദ നേച്ചർ ഓഫ് ദെയർ കണ്ടീഷൻ അല്ലെ, അവരുടെ രോഗാവസ്ഥ, അതിന്റെ നേച്ചർ, കോസ് ഓഫ് ഇൽനെസ്, ആ രോഗ കാരണം എന്താണ്, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കെയർ, അതായത് അവർക്കായിട്ട് ഡോക്ടർ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സുകള് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആൻഡ് കെയർ ആണ് അവർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ എക്സ്പെക്ടഡ് റിസൾട്ട്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ഓരോ ട്രീറ്റ്മെന്റിൽ നിന്നും അവര് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എന്താണ്, ലൈക്ലി കോംപ്ലിക്കേഷൻസ് അത് പറയുന്നുണ്ട്. അതായത് അതിന്റെ പൊട്ടൻഷ്യൽ റിസ്കുകൾ ഉൾപ്പെടെയുള്ള ഏത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും ചിലപ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റും ഉണ്ടാവും, അതിന് ചില സൈഡ് എഫക്റ്റുകളും മറ്റും ഉണ്ടായിരിക്കും അല്ലെ. നേരത്തെ നമ്മൾ സൈഡ് എഫക്റ്റ് പറഞ്ഞല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളെ പറ്റി
വേണ്ടിയിട്ടും ആർക്ക് മതിയായ ഇൻഫർമേഷൻ കൊടുക്കണം, പേഷ്യൻസിന് ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് അവരുടെ രോഗാവസ്ഥയെ പറ്റി, ആ രോഗ കാരണം എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് അവർ ചെയ്യാൻ പോകുന്നത്, അതിൽ നിന്നും എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, അതിൽ വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള വിവരങ്ങൾ അറിയാനുള്ള അവകാശം ആർക്കുണ്ട്, പേഷ്യന്റിനുണ്ട്. അത് അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? പ്രൊവൈഡ് ആംബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, കോസ് ഓഫ് ഇൽനെസ്, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കെയർ, എക്സ്പെക്ടഡ് റിസൾട്ട്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ലൈക്ലി കോംപ്ലിക്കേഷൻസ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, പേഷ്യന്റ് ഹാസ് ദ റൈറ്റ്, നൈറ്റ് എന്നല്ല കേട്ടോ, റൈറ്റ് എന്നാണ്, RIGH, റൈറ്റ്, അവകാശം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നിങ്ങളുടെ കറക്റ്റ് ആണോ? നൈറ്റ് എന്നാണോ റൈറ്റ് എന്നാണോ എടുക്കുന്നത്? എങ്ങനെ എടുക്കുന്നത്? റൈറ്റ് എന്നല്ലേ എടുക്കുന്നത്, അപ്പൊ കുഴപ്പമില്ല. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ദ ബിൽ, സോ ദ എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, റൈറ്റ് എന്നാണോ? ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. സോ ദ എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്കസ്ഡ് ബിഫോർ ദ ട്രീറ്റ്മെന്റ്. അതായത് പേഷ്യന്റിന് അവരുടെ ബില്ലുകൾ അറിയാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ബില്ലുകൾ, അതിന്റെ വിശദാംശങ്ങളൊക്കെ അറിയാനുള്ള അവകാശം എല്ലാ പേഷ്യൻസിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ അവര് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെന്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന ചെലവ് എന്താണെന്നുള്ളത് അവരുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഡിസ്കസ് ചെയ്തിരിക്കണം. ഓക്കെ, അത് ഒരു പേഷ്യന്റിന്റെ റൈറ്റ് ആണ്. ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് അവരോട് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഏകദേശം അതിന് എത്ര ചെലവ് വരും എന്നറിയാനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരോട് എക്സ്പെക്ട് ചെയ്യുന്ന കോസ്റ്റിനെ പറ്റിയിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. ഓക്കെ, അത് ആരും ഉറപ്പുവരുത്തണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെന്താണ് മൂന്നാമത്തെ, ടു ഇൻഫോംഡ് കൺസെന്റ് പ്രയർ ടു ദ സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, എക്സാമ്പിൾ സർജറി. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റുകളോ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റിന്റെ സമ്മതം, കൺസെന്റ് വാങ്ങിയിരിക്കണം. ഒരു എക്സാമ്പിൾ ആണ് സർജറി. ഇപ്പൊ സർജറി ചെയ്യുന്നതിനും അല്ലെങ്കിലും എന്താണ്, നമ്മളിപ്പോ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് എന്തൊരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ എന്താണ് കൺസെന്റ് വാങ്ങിയിരിക്കണം. അവരുടെ സമ്മതം ഇല്ലാതെ ഒന്നും ഒരു കാരണവശാൽ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അത് മെഡിക്കൽ എത്തിക്സിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടെസ്റ്റുകളോ ട്രീറ്റ്മെന്റുകളോ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ആ രോഗിയിൽ നിന്നും എന്ത് വാങ്ങിയിരിക്കണം, കൺസെന്റ് വാങ്ങിയിരിക്കണം. ടു ഇൻഫോംഡ് കൺസെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയാൻ കാര്യം എന്താണ്, നമ്മൾ ആ രോഗിയോട് നേരത്തെ നമ്മൾ തുടക്കം പറഞ്ഞ പോയിന്റാണ്, എല്ലാ വിവരങ്ങളും അവരായിട്ട് സംസാരിക്കണം. അവരുടെ അസുഖത്തെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും മറച്ചു വെക്കാതെ ട്രാൻസ്പാരന്റ് ആയിട്ട് അവരുടെ അസുഖം എന്താണെന്നും അതിന്റെ ട്രീറ്റ്മെന്റുകൾ എന്താണെന്നും അതിന്റെ ബെനിഫിറ്റുകൾ, ഇവിടെ അതിന്റെ പൊട്ടൻഷ്യൽ റിസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവൻ അവരായിട്ട് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ എല്ലാ വിവരങ്ങളും വ്യക്തമായിട്ട് അവരെ അറിയിച്ചതിന് ശേഷം അവരിൽ നിന്ന് ലഭിക്കുന്ന സമ്മതമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. നമ്മളെ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ അവരെ ബോധ്യപ്പെടുത്തി, ജസ്റ്റ് അവരിൽ നിന്ന് വാങ്ങുന്ന സമ്മതമല്ല, കംപ്ലീറ്റ് വിവരങ്ങൾ അവരെ അറിയിച്ച് അവർക്ക് അത് ബോധ്യമായി അവര് അതിൽ നിന്നും എല്ലാം മനസ്സിലാക്കിയിട്ട് അവര് തരുന്ന കൺസെന്റ് അല്ല, അങ്ങനെ ഒരു ഇൻഫോംഡ് കൺസെന്റ് വാങ്ങിച്ചിരിക്കണം. ഓക്കെ, അതും പ്രത്യേകമായിട്ട് ഒരു ടെസ്റ്റോ ട്രീറ്റ്മെന്റോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ആ ഇൻഫോംഡ് കൺസെന്റ് വാങ്ങേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്, ടു സീക്ക് ദ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം എ പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യൻസ് ചോയ്സ് വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീയിങ് പ്രൊവൈഡഡ് ബൈ ദ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഓരോ പേഷ്യന്റിനും അവരുടെ ചോയ്സ് അനുസരിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നതിനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഓക്കെ, അതിപ്പോ പ്രത്യേകിച്ച് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഡയഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി അവരുടെ അഭിപ്രായം കേൾക്കുന്നു, നമ്മൾ 2-3 ഒപ്പീനിയൻസ് ശരിക്കും എടുക്കണം. മറ്റു പല ഡോക്ടേഴ്സിൽ നിന്നൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ അതിനുള്ളൊരു റൈറ്റ് പേഷ്യന്റിനുണ്ട്. പേഷ്യന്റിന് അവരുടെ ചോയ്സ് അനുസരിച്ചിട്ട് മറ്റേതെങ്കിലും അവർ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ അവര് ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള മറ്റേതെങ്കിലും ഡോക്ടേഴ്സിൽ നിന്ന് സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നതിനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതൊരിക്കലും ഒരു ഹോസ്പിറ്റലും നിഷേധിക്കാനായിട്ട് പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രീറ്റിംഗ് ഹോസ്പിറ്റല് അതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളോ ഇൻഫർമേഷൻസോ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു അവകാശത്തിനെ ഇവിടെ സംരക്ഷിക്കും.
ഒരിക്കലും അതിനെ നിഷേധിക്കരുത്. എന്നിട്ട് ഇവിടെ തന്നെ ചികിത്സിക്കണം എന്ന് കരുതി അവരെ അവിടെ പിടിച്ചു നിർത്തല്ല. അവർക്ക് അവരുടെ റൈറ്റ് ഉണ്ട്. രണ്ടാമതൊരു ഒപ്പീനിയൻ അവർക്ക് തേടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ട ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, മെഡിക്കൽ റെക്കോർഡുകൾ ആയിക്കോട്ടെ, അത് ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ടു കീപ് ദ പ്രൈവസി, ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ദ ട്രീറ്റ്മെന്റ്. അതോടൊപ്പം നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്തില് അവരുടെ പ്രൈവസി അല്ലെ, അവരുടെ സ്വകാര്യത, പിന്നെ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അവരോട് റെസ്പെക്റ്റഡ് ആയിട്ട് വേണം പെരുമാറാൻ. ഡിഗ്നിറ്റി ശരിക്കും മഹാത്മ്യം എന്നുള്ള അർത്ഥമാണ്. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് വെച്ചാൽ അവരോട് എപ്പോഴും വളരെ എന്താ പറയാ റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ അവരുടെ പ്രൈവസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെന്താണ്? ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ദ ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസസ് ലൈക്ക് HIV. അതുപോലെ HIV അല്ലെ, HIV പോലെയുള്ള അസുഖബാധിതരായിട്ടുള്ള രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ട്രീറ്റ്മെന്റിലായിക്കോട്ടെ അല്ലെങ്കിൽ അവരോടുള്ള ബിഹേവിയർ പെരുമാറ്റത്തിലായിക്കോട്ടെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അവിടെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതായത് ഇപ്പൊ HIV പേഷ്യൻസ് എന്തായിരിക്കും, HIV മാത്രമല്ല ഇപ്പൊ മറ്റേതെങ്കിലും പേഷ്യൻസ് അതിന്റെ അവരുടെ അസുഖത്തിന്റെ പേരിലൊന്നും ഒരിക്കലും അവരോടുള്ള ട്രീറ്റ്മെന്റിലായിക്കോട്ടെ, പ്രത്യേകിച്ച് അവരോടുള്ള പെരുമാറ്റത്തിലായിക്കോട്ടെ യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നടത്താൻ, ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിവേചനം അല്ലെ, വിവേചനം നടത്താനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അടുത്തത് എന്താണ്? ടു ട്രൈ ടു ഫൈൻഡ് redressal in case of grievance based on the services provided by the establishment. കേട്ടോ, redressal എന്ന് വെച്ചാൽ പരിഹാരം എന്നുള്ള അർത്ഥമാണ്. ഗ്രീവൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാതികളാണ് കേട്ടോ. അതായത് ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മൾ പറയുന്നത് നമ്മൾ ഡയാലിസിസ് ഏരിയയുമായിട്ട് അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന സേവനങ്ങളിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഉണ്ട്. ഓക്കെ, ഇത്രയുള്ള അതിനകത്ത് വരുന്ന പോയിന്റുകൾ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് പേഷ്യന്റിന് അവരുടേതായ റൈറ്റ്സുകൾ ഉണ്ട്, അതൊക്കെ അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ് അത് പ്രത്യേകം നോക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയ പോയിന്റുകൾ ഓക്കെ ആണോ? 7 പോയിന്റുകൾ മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? ഫോർത്ത് പോയിന്റ് ക്ലിയർ ആയില്ല. ഫോർത്ത് പോയിന്റ് എന്താണ്? ടു സീക്ക് ദ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം എ പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യന്റ് ചോയ്സ് വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീയിങ് പ്രൊവൈഡഡ് ബൈ ദ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. അതായത് ഒരു പേഷ്യന്റിന് നിലവിലിരിക്കുന്ന ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് ഇരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ, അത് കൂടാതെ ആ ഒരു പേഷ്യന്റിന് രണ്ടാമതൊരു ഡോക്ടറിൽ നിന്ന് ഒപ്പീനിയൻ തേടുന്നതിനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാനുള്ള അവകാശം ഒരു പേഷ്യന്റിനുണ്ട്. ആ ഹോസ്പിറ്റലിൽ തന്നെ ആവണമെന്നില്ല. അപ്പൊ അവർക്ക് പരിചയമുള്ള മറ്റേതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് അവർക്ക് ഒന്ന് കൺസൾട്ട് ചെയ്യണം, ഒന്ന് ഒപ്പീനിയൻ അറിയണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അവകാശം പേഷ്യന്റിന് ഉണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് അങ്ങനെ ഒരു റൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ റെക്കോർഡുകള് ഇൻഫർമേഷൻസ് ഒക്കെ നിലവിലുള്ള ഹോസ്പിറ്റലിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അല്ലാണ്ട് ഒരിക്കലും നിഷേധിക്കരുത്. പിന്നെ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ അല്ലാണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോകരുതെന്ന് വിചാരിച്ച് അവർക്ക് റെക്കോർഡ് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കരുതെന്ന്. അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. മറ്റൊരു ഡോക്ടർ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ അവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട റെക്കോർഡ്സും ഇൻഫർമേഷൻസും നിലവിലുള്ള ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ non-discrimination about the treatment and behavior on the basis of diseases like HIV. HIV പോലെയൊക്കെയുള്ള അസുഖങ്ങളുള്ള ആളുകൾ ഉണ്ടാവില്ലേ, അവരോടൊക്കെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലായാലും അവരോടുള്ള പെരുമാറ്റത്തിൽ യാതൊരു വിധത്തിലുള്ള വിവേചനങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഒരു ഡയാലിസിസിന് വന്നൊരു പേഷ്യന്റ് ആണ്, ഒരു HIV പേഷ്യന്റ് ആണെങ്കിൽ HIV പേഷ്യന്റ് ആണെന്ന് കരുതി അവരോട് എന്തെങ്കിലും നമ്മൾ മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അവരോടുള്ള പെരുമാറ്റത്തിലായിക്കോട്ടെ അവരുടെ ട്രീറ്റ്മെന്റിനൊന്നും ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തത് കേട്ടോ, പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റി. കേട്ടോ, പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി ഒരു രോഗിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ആസ് എ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രൊവൈഡ് ഇൻഫർമേഷൻ അല്ലെ, പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഒരു പേഷ്യന്റ് ഒരു ഡോക്ടറിന്റെ അടുത്ത് എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്തിരിക്കണം?
പറയണം അല്ലെ. എല്ലാ കാര്യങ്ങളും അവരായിട്ട് തുറന്ന് സംസാരിക്കണം. എങ്കിൽ മാത്രമാണ് അതിനനുസരിച്ചൊരു ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യാനായിട്ട് ഡോക്ടർക്ക് പറ്റും. നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് അല്ലെ, ഡോക്ടർമാരുടെ അടുത്തും വക്കീലന്മാരുടെ അടുത്തും നമ്മൾ ഒന്നും ഒളിച്ചു വെക്കരുത് എന്നാണ് പറയുക അല്ലെ. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊവൈഡ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ ഡോക്ടറുടെ അടുത്ത് എല്ലാ വിവരങ്ങളും തുറന്ന് പറയണം, ട്രാൻസ്പാരന്റ് ആയിട്ട് പറയണം. ഓക്കെ. പിന്നെന്താണ്, അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്. പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ സമയത്തായിക്കോട്ടെ, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻസിന്റെ ഒക്കെ സമയത്ത് ഡോക്ടേഴ്സുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാം. ഓക്കെ. അതായത് അവർ പറയുന്ന നിർദ്ദേശങ്ങള്, അവർ തരുന്ന റെക്കമെൻഡേഷൻസ് ഒക്കെ കൃത്യമായിട്ട് അനുസരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം പേഷ്യന്റിനുണ്ട്. ഓക്കെ. അവർ പറയുന്നതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാം, അവര് പറയുന്നതിന് ചെയ്യാം, അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ട്രീറ്റ്മെന്റിന്റെ സമയത്ത്, എക്സാമിനേഷൻ സമയത്തൊക്കെ, ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് ഡോക്ടേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. ആസ് എ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ അത്. പിന്നെന്താണ്, അവൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. അവൈഡ് എന്ന് വെച്ചാൽ എന്താ, പാലിക്കുക. അവൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡോക്ടർ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫുകൾ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. കൃത്യമായിട്ട് പാലിക്കുക. പിന്നെ വരുന്നത്, പേ ഹോസ്പിറ്റൽസ് എഗ്രീഡ് ഫീസ് ഓൺ ടൈം. പേ ഹോസ്പിറ്റൽസ് എഗ്രീഡ് ഫീസ് ഓൺ ടൈം. അതുപോലെ കൃത്യസമയത്ത് തന്നെ ഹോസ്പിറ്റലുകളുടെ ബില്ലുകൾ കൃത്യമായിട്ട് പേ ചെയ്യാം. പേഷ്യന്റിന്റെ ഡ്യൂട്ടിയാണിത്. ഓൺ ടൈം ആയിട്ട് കൃത്യസമയത്ത് തന്നെ എന്താണ്, ഫീസുകൾ, ഹോസ്പിറ്റൽ ബില്ലുകൾ മറ്റും കൃത്യമായിട്ട് തന്നെ പേ ചെയ്യുക. പിന്നെ റെസ്പെക്ട് ദ നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. അതുപോലെ തന്നെ അവർ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളായിക്കോട്ടെ, അവരോട് ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ പെരുമാറുക. ഓക്കെ. അവരോട് ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ട് പെരുമാറുക എന്ന് പറയുമ്പോൾ അത് ഒരു പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. തിരിച്ചവരും നമ്മളോട് അങ്ങനെ തന്നെ വേണം കേട്ടോ പെരുമാറാൻ. നമ്മൾ പറയില്ലേ, ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് പറയുക അല്ലെ. അതായത് പേഷ്യൻസ് അവരോട് റെസ്പെക്റ്റഡ് ആയിട്ട് പെരുമാറുന്ന പോലെ തിരിച്ച് അവര് നമ്മളോട് റെസ്പെക്റ്റഡ് ആയിട്ട് പെരുമാറണം. ഓക്കെ. അത്രേ ഉള്ളൂ. ഇതൊരു മ്യൂച്വൽ എന്താണ്, ഒരു ഗീവ് ആൻഡ് ടേക്ക്. ഓക്കെ. അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ് പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി കേട്ടോ. അതായത് ഇൻഫർമേഷൻസ്, വിവരങ്ങൾ കൃത്യമായിട്ട് ഡോക്ടേഴ്സിനോട് അറിയിക്കുക. പിന്നെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഡോക്ടേഴ്സ് ആയിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. പിന്നെ ഹോസ്പിറ്റൽ ബില്ലുകൾ കൃത്യസമയത്ത് തന്നെ പേ ചെയ്യുക. പിന്നെ ഡോക്ടേഴ്സിന്റെ മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളോട് വളരെ റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ പെരുമാറുക. ഓക്കെ. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ കുലീനത എന്നൊക്കെയുള്ള അർത്ഥം വെച്ചാൽ അവരുടെ പ്രൊഫഷനെ ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ കണ്ട് അവരോട് പ്രവർത്തിക്കുക, ബിഹേവ് ചെയ്യുക കേട്ടോ. ഓക്കെ. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്? നെക്സ്റ്റ് വരുന്നതാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ആരാണ് ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഈ ഡയാലിസിസ് പേഷ്യൻസിന് അവർക്ക് വേണ്ട പരിചരണങ്ങള് അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റുകളും മറ്റും സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകള് പിന്തുണ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ? ഓരോ പോയിന്റും ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, make sure that clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. That make sure that clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. അതായത് ഈ പറയുന്ന ക്ലിനിക്കൽ ടീം, അതായത് ഡയാലിസിസ് ടീം ഉണ്ടല്ലോ, ആ ഡയാലിസിസ് ടീം അവര് പേഷ്യൻസിന്റെ സേഫ്റ്റി, അവരുടെ സുരക്ഷ, അതുപോലെ അവരുടെ കംഫർട്ട്, അവരുടെ വെൽബീയിങ്, അവരുടെ ക്ഷേമം അല്ലെ, അതിനെയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ, ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണമാണ് അവിടുത്തെ ഡയാലിസിസ് ടീം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് നോക്കണം, ഡയാലിസിസ് ടീമുകള് കൃത്യമായിട്ട് പേഷ്യന്റിന്റെ സേഫ്റ്റി, കംഫർട്ട്, അതുപോലെ അവരുടെ വെൽബീയിങ്ങിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല കെയർ അവർക്ക് കിട്ടുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ?
രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എക്സാമിൻസ് ആൻഡ് സോൾവ്സ് പ്രോബ്ലംസ് ദാറ്റ് ഫാൾ ഔട്ട്സൈഡ് ഓഫ് ദ ഡൊമെയിൻ ഓഫ് ദ നഴ്സ് ക്ലിനിഷ്യൻ concerning patient care and management and associate with the other departments and care providers. അതായത് examines and solve the problems that fall outside the domain of nurse and clinician. അതായത് നമ്മളുടെ ഈ ഒരു ഡയാലിസിസ് പേഷ്യന്റിന്റെ പരിചരണങ്ങള് അല്ലെങ്കിൽ അത്തരം പേഷ്യൻസിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നഴ്സിന്റെയും ഡോക്ടറുടെയും ഒക്കെ പരിധിക്ക് അപ്പുറത്തേക്കുള്ള പ്രോബ്ലംസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നഴ്സ് അതുപോലെ ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസുകളാണ് അവർക്ക് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതുകൂടാണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ, ഇപ്പോ ഒരു രോഗിയെ സംബന്ധിച്ചിപ്പോ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് സംബന്ധമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ഡോക്ടർക്കോ നഴ്സിനോ പരിഹരിക്കാൻ പറ്റുന്നത് അല്ലെ. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ സപ്പോർട്ടാണ്. അങ്ങനെയുള്ള കേസുകളിൽ ആവശ്യമായിട്ടില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പേഷ്യന്റിന്റെ പരിചരണത്തിനും മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ നഴ്സ് അവരുടെ പരിധിക്ക് അപ്പുറത്തേക്കുള്ള പ്രോബ്ലംസുകൾ, അതിന് പുറത്തേക്കുള്ള മറ്റു പല പ്രോബ്ലംസുകൾ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുക, അത് സോൾവ് ചെയ്യുക, പരിഹരിക്കുക. പിന്നെന്താണ്? ആൻഡ് അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്. അതിന് വേണ്ടിയിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകള്, മറ്റു പല കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. ചുരുക്കി പറഞ്ഞാല് ഒരു രോഗിക്ക് ക്ലിനിക്കലായിട്ടും നോൺ ക്ലിനിക്കലായിട്ടും ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസുകളും കൃത്യമായിട്ട് വിലയിരുത്തി അതിനെന്ത് ചെയ്യാം? പരിഹാരം കാണാം. ഓക്കെ, സോൾവ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്ത് അല്ലെ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, gather, assess, screen and respond to a wide range of requests for the information from the patients and other staff who represent different levels of the organization. അതായത് ആ ഒരു ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് നമ്മുടെ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഇപ്പോ ഒരു ഡയാലിസിസ് സെന്ററോ അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ മറ്റ് സ്റ്റാഫുകളായിക്കോട്ടെ അവരിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും അല്ലെ, അത് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഗ്യാദർ ചെയ്യാം. ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? കളക്ട് ചെയ്യുക. ഓക്കെ, ഇത് കളക്ട് ചെയ്യുക. ദെൻ അസസ്, അത് വിലയിരുത്തുക. സ്ക്രീൻ ആൻഡ് റെസ്പോണ്ട്, അത് കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്ത് അതിന് വേണ്ട റെസ്പോൺസ് കൊടുക്കുക അല്ലെ. ഓക്കെ, കൃത്യമായിട്ടുള്ള അവരിൽ നിന്ന്, അതായത് സ്റ്റാഫുകളിൽ നിന്നും പേഷ്യൻസിൽ നിന്നും ഒക്കെ അവരുടെയൊക്കെ ഫീഡ്ബാക്സ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരിൽ നിന്ന് ശേഖരിക്കുക. എല്ലാ ഇൻഫർമേഷൻസും അത് ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്ത് അത് കൃത്യമായിട്ട് വിലയിരുത്തി സ്ക്രീൻ ചെയ്ത് കൃത്യമായിട്ട് അവരോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതും ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ 3 പോയിന്റുകളെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള പോയിന്റ്സുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പോയിന്റ്സുകൾ പറഞ്ഞ് ഈ ഒരു ചാപ്റ്റർ തീരും. അതായത് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഞാന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്നിട്ട് ഡൗട്ട് ചോദിച്ചോട്ടെ. ആരാണ് ഒരു ഡൗട്ട് 7ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ് ചോദിച്ചത്? ഇത് അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ടതില് 7ാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ടു ട്രൈ ടു ഫൈൻഡ് റിഡ്രസൽ ഇൻ കേസ് ഓഫ് ഗ്രീവൻസ് ബേസ്ഡ് ഓൺ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ എസ്റ്റാബ്ലിഷ്മെന്റ്. ഈ ഡയാലിസിസ് ഏരിയാസ് കൊടുക്കുന്ന സേവനങ്ങൾ ഉണ്ടല്ലോ, ഡയാലിസിസ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ വരികയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് 7ാമത്തെ പോയിന്റ് കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇൻസ്റ്റാ പേജോ? ആരുടെ ഇൻസ്റ്റാ പേജ് കണ്ടത്? സ്മാർട്ട് സ്ട്രീലാണോ? ഓക്കെ, അപ്പൊ ശരി കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.